Good morning children. നമ്മൾ ഇത്ര ക്ലാസ്സിലും എന്താ പഠിച്ചത്? നമ്പർ പഠിച്ചു, നമ്പേഴ്സ് നെയിം പഠിച്ചു അല്ലേ? നെക്സ്റ്റ് നമ്പർ, പിന്നെന്താണ് സ്മോളർ നമ്പർ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾക്ക് ഷേപ്പുകളെ കുറിച്ച് പഠിക്കാം. ഷേപ്സ് എന്താണ് നമുക്ക് അടുത്ത ലെസൺ? ഷേപ്സ്, SHAPES. ഷേപ്സ് പറഞ്ഞാൽ എന്താണ്? ആകൃതികൾ. എല്ലാം ഒരേപോലെയാണോ ഇരിക്കുന്നത്? അല്ല അല്ലേ, പല സൈസിലാണ്, പല ആകൃതിയിലുമാണ് ഓരോ സാധനങ്ങളും ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഓരോ ആകൃതിനെ നമ്മൾക്ക് എന്താണ് പറയുക, ഓരോന്നിനെയും നമ്മൾ എന്ത് പറയും, അതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കുറച്ച് ഷേപ്പുകൾ, എല്ലാ ഷേപ്പുകളും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എന്താ ചെയ്യണം? കുറച്ച് ഷേപ്പുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ സർക്കിൾ. ഒരു പൂജ്യം ഇടുമല്ലേ? നിങ്ങൾ ഓ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ രാവിലെ ആകുമ്പോൾ നമ്മൾ എന്ത് കാണും? മൂണിനെ കാണും. അതൊക്കെ എന്ത് ഷേപ്പാ? ഓ ഷേപ്പ് അല്ലേ? ഓ അല്ലേ? അപ്പൊ ഓന് നമ്മൾ എന്താ പേര് പറയാ? സർക്കിൾ. എന്ത് പേര് പറയും നമ്മൾ? ഓ ഷേപ്പിന് നമ്മൾ എന്ത് പേര് പറയും? ഇതാണ് സർക്കിൾ. എന്താണത്? സർക്കിൾ. ആ സർക്കിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ പേര് എന്താണ്? നമ്മൾ ഈ വട്ടത്തിൽ കാണുന്ന എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക? നോക്കൂ, അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടല്ലേ? രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ചിത്രം ഏതാ? സർക്കിൾ ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. സർക്കിളിന് നമ്മൾ എന്താ അതിന്റെ ഷേപ്പ്? റൗണ്ട് ഇൻ ഷേപ്പ്. സർക്കിൾ ആണ്. സർക്കിൾ എങ്ങനെയാണ് ഷേപ്പ്? അതിന്റെ റൗണ്ട് ഇൻ ഷേപ്പ്. റൗണ്ട് ആയിട്ടുള്ളത് ഏതാ? എന്താണ്? സൺ റൗണ്ട് ആണല്ലേ? സൺ റൗണ്ട് അല്ലേ? അപ്പൊ എന്താണ് അടുത്ത നോക്കൂ. അടുത്ത പിക്ചർ ഏതാ കണ്ടിരിക്കുന്ന? ഒരു വീലാണ് അല്ലേ? നിങ്ങൾ നോക്കൂ, ടയേഴ്സിന്റെ ടയർ എങ്ങനെയാണ് അതിന്റെ ഷേപ്പ്? വളഞ്ഞിട്ടാണോ നീണ്ടിട്ടാണോ? അല്ലല്ലോ, എങ്ങനെയാ? റൗണ്ടില്. അപ്പൊ വീലും എന്താ നിങ്ങൾ ഏതിന്റെ ആകൃതി ഉള്ളത്? സർക്കിൾ. അപ്പോൾ സർക്കിൾ പറഞ്ഞാൽ നമ്മൾ ഈ ഓ ഇടുന്നതാണ് സർക്കിൾ. എന്താണ് അതിന്റെ നമ്മൾ എന്ത് പറയും? സർക്കിൾ ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. സർക്കിളിന് എന്താ ഷേപ്പ് ഉള്ളത്? റൗണ്ട് ആണ്. പഠിച്ചില്ലേ? അപ്പൊ സർക്കിൾ എങ്ങനെ ഉണ്ടാവുന്ന? അപ്പൊ സർക്കിളിൽ എന്ന പിക്ചർ നിങ്ങൾക്ക് ഈ റൗണ്ടിലുള്ള പിക്ചേഴ്സ് തന്നാൽ അതെന്താണെന്നാണ് നിങ്ങൾക്ക് പറയണം? സർക്കിൾ ആണ്. അതെന്താണ് പറയണം? സർക്കിൾ. അടുത്തത് നോക്കൂ, നമ്മൾ സർക്കിളിനെ പകുതിയാക്കുന്നു. എന്താക്കുന്നു? നമ്മൾ സർക്കിളിനെ പകുതിയാക്കുന്നു. അങ്ങനെ സർക്കിൾ ഇട്ടു, അതിനെ നമ്മൾ എന്താക്കി? പകുതിയാക്കുന്നു. പകുതിയാക്കിയാൽ അതിനെ നമ്മൾ എന്ത് പറയും? പകുതിയാക്കുമ്പോൾ സെമി സർക്കിൾ. എന്താണ്? പാതി സർക്കിൾ. അതിനെ നമ്മൾ എന്ത് പറയുന്നു? സെമി സർക്കിൾ. എന്താണ് ഇതിനെ പറയാ? സെമി സർക്കിൾ. ഓ എന്നിടുക. അതിനെ നമ്മൾ നടുവിലൂടെ ഒരു വര വരച്ചാൽ ആ പകുതി ഭാഗം നമ്മൾ എന്താ പറയാ? അതിനെ സെമി സർക്കിൾ. അങ്ങനെ സെമി സർക്കിൾ രൂപത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? നോക്കൂ, അവിടെ തന്നിരിക്കുന്നത് എന്താ? തണ്ണിമത്തൻ എന്ത് ചെയ്തിട്ടുണ്ട്? സെമി സർക്കിൾ പോലെ മുറിച്ചു വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ നമ്മൾ വൈകുന്നേരം എന്താണ്? രാത്രി എന്താണ്? രാത്രി നമ്മള് സ്കൈയിലേക്ക് നോക്കുകയാണെങ്കിൽ, ആകാശത്ത് നോക്കുകയാണെങ്കിൽ എന്ത് കാണും? അമ്പിളിമാമനെ കാണും അല്ലേ? അപ്പൊ എല്ലാ ദിവസവും സെമി സർക്കിൾ ആയിട്ടല്ല കാണുക, ഓരോ ദിവസങ്ങളിൽ അത് ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അമ്പിളിമാമനും ഇടയിൽ എന്താവും? സെമി സർക്കിൾ ആയി മാറാറുണ്ട്. മനസ്സിലായോ? സെമി സർക്കിൾ പറഞ്ഞാൽ എന്താ? റൗണ്ട് ആയിട്ട് സീറോ ആയിട്ട് നമ്മൾ സീറോ വരയ്ക്കുമ്പോൾ അതിന്റെ പകുതി ആക്കുന്നു. ആ പകുതി ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണം? ആ പകുതി. സർക്കിളിന്റെ പാതയാണ് സെമി സർക്കിൾ. സർക്കിളിന്റെ പാതയാണ് സെമി സർക്കിൾ. അപ്പോൾ സെമി സർക്കിൾ രൂപത്തിലുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഒരു പേപ്പറിൽ വരച്ചിട്ട് അയച്ചു തരണം. അപ്പോൾ സർക്കിൾ ഏതാണ്? സെമി സർക്കിൾ ഏതാണ്? അടുത്ത നോക്കൂ, നമ്മൾക്ക് പഠിക്കാനുള്ളത് ഏതാ? ഓവൽ. ഓവൽ ഷേപ്പാണ്. ഓവൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. ഓവൽ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? റൗണ്ടും അല്ല, നീളത്തിലും അല്ല. അതെന്തായിരിക്കും? ഒരു കോഴിമുട്ട റൗണ്ടിലാണോ? അല്ല അല്ലെ? നീളത്തിലാണോ? അല്ല. അതൊരു പ്രത്യേക ഷേപ്പാണ് അല്ലെ? അതിനെയാണ് എന്ത് പറയാ? ഓവൽ ഷേപ്പ്. എന്താ പറയാ?
ഓവൽ ഷേപ്പ്. ചില സോപ്പുകളൊക്കെ ആ ആകൃതിയിലാണ് ഓവൽ ആയിട്ടുള്ളത്. പിയേഴ്സ് സോപ്പ് അല്ലെ, സന്തൂർ സോപ്പ്, ആ സോപ്പൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഓവൽ ഷേപ്പിലാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾക്ക് എഗ്ഗിന്റെ ആണ് പിക്ചർ തന്നിരിക്കുന്നത്. പിന്നെ ഒരു എന്താണ് ബോളിന്റെ പിക്ചറും തന്നിട്ടുണ്ടല്ലേ, വേറെ ഒരു ടൈപ്പിലുള്ള ബോളാണത്. അപ്പൊ എന്താണ് നമുക്ക്, അപ്പൊ ഓവൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റൗണ്ടിലോ നീളത്തിലോ അല്ല, അതൊരു ഓവൽ, ഒരു പ്രത്യേക തരത്തിലാണ്. അതാ ഓവൽ ഷേപ്പ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓവൽ ഷേപ്പ്. ഓവൽ എന്ന് പറഞ്ഞാൽ എന്തല്ല, റൗണ്ടും അല്ല, പിന്നെന്താണ് പാതി റൗണ്ടും അല്ല, അതെന്താണ് ഒരു പ്രത്യേക തരത്തിൽ ഉള്ളത് ഷേപ്പാണ്. ആൻഡ് ഓവൽ ഷേപ്പ് ഈസ് ലൈക്ക് ആൻ എഗ് എന്നാ പറയാ. മനസ്സിലായോ? ഒരു എഗ്ഗിനെ പോലെ ഉള്ളതിനെയാണ് നമ്മൾ, എഗ്ഗിന്റെ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഷേപ്പ് ഏതൊക്കെയാ പഠിച്ചത്? സർക്കിൾ, സെമി സർക്കിൾ, ഓവൽ. ഏതൊക്കെയാ പഠിച്ചത്? സർക്കിൾ, സെമി സർക്കിൾ, ഓവൽ. സർക്കിൾ ആണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ മൂൺ എന്ന് പറയാ. സെമി സർക്കിൾ ആണെങ്കിൽ എന്താണെന്ന് പറയാ, സർക്കിൾ ആണെങ്കിൽ എന്താവും? സണ്ണ്, വീല്, ഇതൊക്കെ എന്താണ്? സർക്കിളാണ്. സെമി സർക്കിൾ ആണെങ്കിൽ നോക്കൂ, ഹാഫ് ആയിട്ടുള്ളത് സർക്കിളിന്റെ പാതിയാണ്. മൂണിന്റെ പാതി കാണിച്ചിട്ടുണ്ട്, വാട്ടർ മില്ലിന്റെ പാതി കാണിച്ചിട്ടുണ്ട് അല്ലേ, ഇതാണ് സെമി സർക്കിൾ. ഓവൽ, ഓവൽ പറഞ്ഞ ലൈക്ക് ആൻ എഗ്, എഗ്ഗിനെ പോലെയുള്ളതാണ് ഓവൽ. അടുത്തത് പേജ് നമ്പർ 16 നോക്കൂ. പേജ് നമ്പർ 60 കൊടുത്തിട്ടുണ്ട് ഓരോ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. റെക്ടാങ്കിൾ, റെക്ടാങ്കിൾ പറഞ്ഞാൽ എന്താണെന്ന് നോക്കൂ. രണ്ട് സൈഡ് ഈക്വൽ ആണ് റെക്ടാങ്കിളിന്റെ. ഇത് നോക്കൂ, ഈ ബോക്സ് എന്ത് ഷേപ്പാ? റെക്ടാങ്കിൾ ഷേപ്പാണ്. മനസ്സിലായി? ഇതും ഈ സൈഡും ഈക്വൽ ആയിട്ടുണ്ട് അല്ലേ? രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുണ്ട്, നീളത്തിലുള്ളത് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് റെക്ടാങ്കിൾ ഷേപ്പ്. എന്താണിത്? റെക്ടാങ്കിൾ ഷേപ്പ്. അപ്പൊ നമ്മള് ഡോറൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഡോറ് നമ്മളെ സ്കൂളിലേതാ, വീട്ടിലും എന്താണ് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? ആ ഡോറിന്റെ ഷേപ്പ് എന്താ? റെക്ടാങ്കിൾ ഷേപ്പ്. ഡോറിന്റെ ഷേപ്പ് എന്താ? റെക്ടാങ്കിൾ ഷേപ്പ്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് അറിയോ? ട്രയാങ്കിൾ. എന്താണ് പഠിച്ചത്? നമ്മൾ ആദ്യം റെക്ടാങ്കിൾ പഠിച്ചു. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചത്? ഇതാ ടു സൈഡ് ഈക്വൽ ആയിട്ടുള്ളതാണ് നമ്മൾ എന്താണ് റെക്ടാങ്കിൾ എന്ന് പഠിച്ചത് അല്ലേ? ഇനി അടുത്തത് നമ്മൾ നോക്കൂ, ട്രയാങ്കിൾ. ട്രയാങ്കിൾ ആണ്. ട്രൈ പറഞ്ഞ മൂന്ന് ഭാഗം ഉള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? ട്രയാങ്കിൾ എന്ന് പറയുന്നു. ട്രയാങ്കിൾ. മനസ്സിലായോ? ഇവിടെ മൂന്ന് ഭാഗത്തും ആങ്കിൾ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് പറയുന്നു? ട്രയാങ്കിൾ എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പൊ ഇതിന് എന്ത് പറയും? ട്രയാങ്കിൾ. അപ്പൊ അതിന് നമ്മൾ എന്താണ്, റോഡിലൂടെ പോവാണെങ്കിൽ ഓരോ സൈൻ ബോർഡുകളൊക്കെ കാണും. ഈ ആകൃതിയിൽ നമ്മൾ എന്ത് കാണും? സൈൻ ബോർഡുകളൊക്കെ കാണും. ഇനി അടുത്ത് നോക്കൂ, സ്ക്വയർ. എന്താണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്? സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമചതുരം എന്ന് പറയാം. ചതുരം, സമചതുരം, 4 സൈഡും ഈക്വൽ ആയിട്ടുള്ളത്. നാല് ഭാഗവും ഈക്വൽ ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? സ്ക്വയർ എന്ന് പറയുന്നു. 4 ഭാഗവും ഈക്വൽ ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? സ്ക്വയർ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ ആണ് ക്യാരം ബോർഡ്. അതിന് എക്സാമ്പിൾ എന്താണ്? ക്യാരം ബോർഡ്. നമ്മളപ്പോ എന്താ ഷേപ്സ് പഠിച്ചത്? റെക്ടാങ്കിൾ പഠിച്ചു, ട്രയാങ്കിൾ പഠിച്ചു, സ്ക്വയർ പഠിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾ ഇതിന്റെ ഈ റെക്ടാങ്കിളിന്റെയും സ്ക്വയറിന്റെയും പിന്നെ ട്രയാങ്കിളിന്റെ ഒക്കെ ഷേപ്പ് ഉള്ളത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പിക്ചർ കിട്ടുകയാണെങ്കിൽ ആ പിക്ചർ എന്ത് ചെയ്യണം? കളക്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കുക, ഒരു പേപ്പറിൽ ഒട്ടിക്കുക, എന്നിട്ട് ടീച്ചർക്ക് അയച്ചു തരിക. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇപ്പൊ ഷേപ്പുകൾ? നമ്മൾ ഇപ്പൊ എത്ര ഷേപ്പുകൾ പഠിച്ചു? എന്തൊക്കെയാ പഠിച്ചത്? സർക്കിൾ, സെമി സർക്കിൾ, ഓവൽ, പിന്നെ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ,
സ്ക്വയർ. അപ്പൊ ഇത്രയുമാണ് പഠിച്ചത്. 6 എണ്ണം നമ്മൾ പഠിച്ചു അല്ലേ. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു 0 ഇടുമ്പോൾ ആ O എന്നുള്ളതാണ് നമ്മൾ സർക്കിൾ എന്ന് പഠിച്ചു. ആ ഓന്റെ പകുതി ആക്കുമ്പോൾ അതെന്തായി? സെമി സർക്കിൾ പഠിച്ചു. ഓവൽ പറയുമ്പോൾ മുട്ടയുടെ ഷേപ്പാണ് എന്ന് പഠിച്ചു. റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ ഡോറിന്റെ ആകൃതിയാണ് റെക്ടാങ്കിൾ എന്ന് പഠിച്ചു. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ സൈൻ ബോർഡ് ആണെന്ന് പഠിച്ചു. സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് പഠിച്ചു? കാരം ബോർഡ് ആണെന്ന് കൂടി പഠിച്ചു അല്ലേ. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പേജിലുള്ള ആക്ടിവിറ്റി 61 പേജ് നമ്പർ എടുക്കുക. കളർ, കൗണ്ട് ആൻഡ് റൈറ്റ്. നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക? ഏതാണ് സർക്കിളിനെ കൗണ്ട് ചെയ്യുക, അത് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതി വെക്കുക. പിന്നെ സ്ക്വയറിനെ കൗണ്ട് ചെയ്യുക, അത് എത്ര എണ്ണമാണെന്ന് എഴുതി വെക്കുക. റെക്ടാങ്കിളിനെ കൗണ്ട് ചെയ്യുക, അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതി വെക്കുക. പിന്നെ എന്ത് ചെയ്യണം? ട്രയാങ്കിൾ ഏതാണെന്ന് പറയാ, അത് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതി വെക്കുക. സർക്കിളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതി വെക്കുക. സെമി സർക്കിൾ എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതി വെക്കും. നമ്മളിപ്പോ പഠിച്ചത് അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? 61 പേജ് നമ്പർ എടുക്കുക, അതെല്ലാം കളർ ചെയ്യുക. കളർ ചെയ്തിട്ട് അതിന്റെ കൗണ്ട് ചെയ്യുക, എണ്ണുക, എന്നിട്ട് എഴുതി വെക്കുക. ഓക്കെ. അപ്പൊ അടുത്ത പേജ് കൂടി നോക്കൂ. 62 പേജ് നമ്പർ നോക്കുക. കളർ, കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പൊ കളർ ദ ട്രയാങ്കിൾസ് ഇൻ ഗ്രീൻ. അപ്പൊ എന്ത് ചെയ്യണം? ട്രയാങ്കിളിന് മുഴുവൻ എന്തെങ്കിലും ഗ്രീൻ കളർ കൊടുക്കുക. സ്ക്വയേഴ്സ് ഇൻ റെഡ്. സ്ക്വയേഴ്സ് ഒക്കെ എന്ത് കളർ കൊടുക്കണം? റെഡ് കളർ. റെക്ടാങ്കിൾസ് ഇൻ ഓറഞ്ച്, സർക്കിൾസ് ഇൻ ബ്ലൂ. റെക്ടാങ്കിളിനെല്ലാം ഓറഞ്ച് കളർ കൊടുക്കുക. സർക്കിൾസ് ഇൻ ബ്ലൂ, സർക്കിളിനെല്ലാം ബ്ലൂ കളർ കൊടുക്കുക. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ ബോക്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്നിട്ട് തന്നിട്ടുണ്ട്, ഒരു ബോക്സ് തന്നിട്ടില്ലേ, അവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്ന് എഴുതിയിട്ടുള്ള ബോക്സിൽ എഴുതുക. നമ്പർ ഓഫ് സർക്കിൾ എന്ന് എഴുതിയിട്ടുള്ള ബോക്സ്, സർക്കിളിന്റെ ആകൃതിയിൽ കൊടുത്തിട്ടുണ്ട്, ആ ബോക്സിൽ സർക്കിളിന്റെ നമ്പേഴ്സ് എഴുതുക. പിന്നെ ട്രയാങ്കിളുടെ ആകൃതി കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കിളുടെ ആകൃതിയിൽ കൊടുത്തിട്ടുള്ള കോളത്തിൽ ട്രയാങ്കിളുടെ ടോട്ടൽ നമ്പർ എഴുതുക. അതേമാതിരി റെക്ടാങ്കിളുടെ കോളത്തിൽ റെക്ടാങ്കിളുടെ ടോട്ടൽ എഴുതുക. അപ്പൊ അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നായിട്ട് കൗണ്ട് ചെയ്യുക, എഴുതുക. ഇനി നോക്കൂ, മാച്ച് ദ ഷേപ്സ് വിത്ത് ദ ഒബ്ജക്റ്റ്. ഇത് നമ്മൾ ഈ ഷേപ്സുകളെല്ലാം പഠിച്ചു അല്ലേ. നമ്മൾ എന്തൊക്കെയാ ഷേപ്പ് പഠിച്ചത്? സർക്കിൾ പഠിച്ചു, സെമി സർക്കിൾ പഠിച്ചു, ഓവൽ പഠിച്ചു അല്ലേ, റെക്ടാങ്കിൾ പഠിച്ചു, ട്രയാങ്കിൾ പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? നമ്മൾ ഓരോന്നും പഠിച്ചു അല്ലെ, സ്ക്വയർ എല്ലാം പഠിച്ചു അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താ കുറെ ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ആ ഷേപ്പിനെല്ലാം എന്ത് ചെയ്യണം? മാച്ച് ചെയ്യുന്നത് ഓവൽ ഷേപ്പാണ്. ഇതിൽ ഓവൽ ഷേപ്പ് ആയിട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞാൽ അത് മാച്ച് ചെയ്യുക. പിന്നെ സെമി സർക്കിൾ ആണ്, സെമി സർക്കിൾ ഏതാണെന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യുക. സ്ക്വയർ ആണ്, സ്ക്വയർ ഏതാണെന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യുക. ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിൾ ഏതാണെന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യുക. റെക്ടാങ്കിൾ ആണ്, റെക്ടാങ്കിൾ ഏതാണെന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യുക. സർക്കിൾ ആണ്, സർക്കിൾ ഏതാണെന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യുക. അപ്പൊ ഷേപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റുമായിട്ട് അതിനെന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അടുത്ത നമ്മൾ എന്താണ് പറയണമെന്ന് പറഞ്ഞാൽ കൗണ്ട് ആൻഡ് സർക്കിൾ ദ കറക്റ്റ് നമ്പർ വിത്ത് ദ നമ്പർ നെയിംസ്. നമ്പർ നെയിംസ് ആണ് എഴുതേണ്ടത്. നമ്പർ നെയിംസ്, നമ്പർ അല്ല, നമ്പർ നെയിംസ്. കൗണ്ട് ആൻഡ് സർക്കിൾ ദ കറക്റ്റ് നമ്പർ വിത്ത് ദ നമ്പർ നെയിംസ്. ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ നമ്പർ നെയിം എഴുതണം, കറക്റ്റ് ആയിട്ടുള്ള നമ്പർ നെയിം എഴുതണം. 1, 2, 3 ആണ് കൊടുത്തിരിക്കുന്നത്. 3 സ്റ്റാറുകളുണ്ട്. 3 എന്ന് എഴുതിയാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? THREE തന്നെ എഴുതണം. അതിന്റെ താഴെ എന്ത് എഴുതണം? 3 എന്ന് മാത്രം. 3 എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം, കൗണ്ട് ചെയ്യുക. 3 എന്നുള്ളത് സർക്കിൾ ചെയ്യുക. ആ സർക്കിൾ ചെയ്യുന്ന 3ന്റെ എന്ത് ചെയ്യണം? നമ്പർ നെയിം, THREE എന്നുള്ളത് നമ്പർ നെയിം എഴുതണം. അടുത്ത് നോക്കൂ, കാറുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 1, 2, 3, 4, 5, 6, 7 കാറുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, 7 കാർസ്. അപ്പൊ 7 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ആ തന്നിരിക്കുന്നത് സർക്കിൾ ചെയ്യുക, എന്നിട്ട് അതിന്റെ നമ്പർ നെയിം എഴുതുക. നമ്പർ നെയിം പറഞ്ഞാൽ ഏതാ എഴുതേണ്ടത്?
അങ്ങനെ എഴുതണം. അടുത്ത നോക്കൂ, ചോക്ലേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ചോക്ലേറ്റ്സ് എത്ര ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 ചോക്ലേറ്റ്സ്. അപ്പൊ 10 ചോക്ലേറ്റ്സ് തന്നിട്ടുണ്ട്. 10 എന്നുള്ളത് സർക്കിൾ ചെയ്യുക. അതിന്റെ നമ്പർ നെയിം അത് പറഞ്ഞാൽ 10ന്റെ നമ്പർ നെയിം ഏതാ? TEN. അത് എഴുതുക. അടുത്ത നോക്കൂ, 1 2 3 4 5 6 7 8 9 9 സർക്കിൾ പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 9 എന്നുള്ളത് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യുക. എന്നിട്ട് നമ്പർ നെയിം NINE എന്നത് എഴുതുക. അടുത്ത നോക്കൂ, സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 8 സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. അത് 8 എന്നുള്ളത് സർക്കിൾ ചെയ്യുക. EIGHT 8 എന്നുള്ളത് താഴെ നമ്പർ നെയിം എഴുതുക. അടുത്തത് വാച്ചാണ്. 1 2 3 4 5 5 വാച്ച് തന്നിട്ടുണ്ട്. 5 എന്നുള്ളത് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യുക. താഴെ എന്ത് ചെയ്യണം? FIVE നമ്പർ നെയിം എഴുതുക. അടുത്തത് പേജ് നമ്പർ 65 ആണ്. 65 നിങ്ങൾ തനി എന്ത് ചെയ്യണം? കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ നെയിം. ഞാൻ ഇവിടെ എല്ലാം പറഞ്ഞു തന്നു ഈ പേജിൽ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് എഴുതണം. എത്രയുണ്ട്? 1 2 3 നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ നെയിം മാത്രം എഴുതുക. നമ്പർ നെയിം എത്ര? 3 തന്നിട്ടുണ്ട്. 3 എണ്ണം ഉണ്ടല്ലേ? അതിന്റെ THRE 3 എഴുതുക. അതേമാതിരി ഇവിടെ ലോക്കുകൾ തന്നിട്ടുണ്ട്. 5 ലോക്ക് തന്നിട്ടുണ്ട്. അപ്പൊ താഴെ എന്തിടാം? FIVE 5 എഴുതണം. അതേമാതിരി ഇവിടെ 6 പെൻസിൽ തന്നിട്ടുണ്ട്. പെൻസിൽ SIX 6 എന്ന് എഴുതുക. ഇവിടെ എന്താണ്? 9 കേസ് ഉണ്ടല്ലോ. അപ്പൊ NINE എഴുതുക. ഇവിടെ നോക്കൂ, 4 ആണ്. FOUR എഴുതുക. ഇവിടെ ക്യാരറ്റ് എത്ര തന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 തന്നിട്ടുണ്ട്. 10 എന്നുള്ളത് നമ്പർ നെയിം എഴുതുക. ഇവിടെ 2 ഡക്ക് തന്നിട്ടുണ്ട്. TWO നമ്പർ നെയിം എഴുതുക. ഇവിടെ 1 ആണ്. അപ്പോ ONE 1 എഴുതുക. അപ്പൊ ഇത്രയുമാണ് കൗണ്ട് ആൻഡ് റൈറ്റിലുള്ളത്. അതേമാതിരി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈക്വൽ. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഇൻ ദ ഗിവൺ സർക്കിൾ. ഇത് നമ്മൾ കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഇൻ ദ ഗിവൺ സർക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 6 ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? കൗണ്ട് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ എന്ത് ചെയ്യണം? ലീഫ് എത്രയാണ് കൗണ്ട് ചെയ്യുക? ആ റൗണ്ടിൽ സർക്കിളിൽ എഴുതുക. അതേമാതിരി ഇവിടെ ഫ്ലവേഴ്സ് എത്ര ഉള്ളത് അത് കൗണ്ട് ചെയ്യുക. എന്നിട്ട് ആ സർക്കിളിൽ എഴുതുക. അതേമാതിരി ഇവിടെ എന്താണ്? ഇതായി പഴങ്ങൾ ഫ്രൂട്ട്സ് കൗണ്ട് ചെയ്യുക. ഈ സർക്കിളിൽ എഴുതുക. അതേമാതിരി ആപ്പിൾ കൗണ്ട് ചെയ്യുക. അതേമാതിരി സർക്കിളിൽ എഴുതുക. അപ്പൊ എത്ര ഇതിൽ എന്താണ്? ലീഫ് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 ഉണ്ട്. അതേമാതിരി ഇവിടെയും എന്താണ്? 5 ഉണ്ട്. രണ്ടുപേരും ഒരേപോലെ ആകുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഈക്വൽ. രണ്ട് ഭാഗവും ഒരേപോലെ ആകുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? അതിനെ ഈക്വൽ എന്നാണ് പറയുന്നത്. അതിന്റെ സൈൻ എന്താണെന്ന് പറഞ്ഞാൽ ഈക്വൽ. ഇതാണ് ഈക്വലിന്റെ സൈൻ. ഈക്വൽ. ഈക്വലിന്റെ സൗണ്ട് പറഞ്ഞാൽ ഒരേപോലെ. ഈക്വൽ. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇവിടെ